ഞാനൊരു ഒന്ന് രണ്ട് കാര്യം പറയാം. ഇവരുടെ ഒരു മുദ്രാവാക്യമുണ്ട്. എന്തായിരുന്നു മുദ്രാവാക്യം? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. വാസ്തവത്തിലെ മുദ്രാവാക്യം ഒന്ന് തിരിച്ചു വെക്കണം. ഇപ്പോൾ ഇടതുള്ളത് കൊണ്ട് കേരളമില്ല. ഈ കേരളം ഇടതുള്ളത് കൊണ്ട് കേരളമില്ല, കേരളത്തിലും ഇടതില്ല എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് കേരളം മുക്തമാവണം. ഇടതുപക്ഷ മുക്തമാവണം കേരളം. ഒരേ ഒരാളാണ് ഈ മന്ത്രിസഭയിലെ ഒരേ ഒരു വ്യക്തിയാണ്, ദളിതനായ വ്യക്തിയാണ് രാധാകൃഷ്ണൻ. അപ്പോൾ ഈ മന്ത്രിസഭയിലെ ഏക ദളിതനായ രാധാകൃഷ്ണനെ ആലത്തൂരിൽ എന്തിനാ കൊണ്ടു നിർത്തിയത്? ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. മുഖ്യമന്ത്രിക്കിപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, മകളും മരുമകനും. മകളും മരുമകനും അല്ലാതെ വേറെ ആരുമില്ല. മകളെ പോലീസ് പിടിക്കോ? മകൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുക. മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കണം. അതിനുവേണ്ടി മന്ത്രിസഭയിലെടുത്ത് കൊള്ളാവുന്നവരെയൊക്കെ മാറ്റി നിർത്തി. എത്രയോ നല്ല ഒന്നാം തരം കൊള്ളാവുന്ന ചെറുപ്പക്കാരും ഒന്നാം തരം നേതാക്കന്മാരും ഈ പാർട്ടിയിലുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി എപ്പോഴും വളരെയേറെ ചാരിതാർത്ഥ്യത്തോടു കൂടി കാണുന്ന ഒരു മന്ത്രിയാണ് ജി സുധാകരൻ. അദ്ദേഹം എത്രയോ നല്ലൊരു മന്ത്രിയായിരുന്നു. അഴിമതിയില്ലാത്ത, കളങ്കമില്ലാത്ത, അഴിമതിയില്ലാത്ത, ഉള്ളതായി തുറന്നു പറയുന്ന ഒരു മനുഷ്യൻ. ഈ കള്ളന്മാരും പെരിച്ചാഴികളും മാത്രം മതി. അല്ല അതെന്താ കാരണം വെച്ചാൽ ഈ മരപ്പട്ടി ആവാൻ പോകുന്നവർക്ക് പെരിച്ചാഴി ആയിരിക്കുമല്ലോ കൂട്ടുണ്ടാവുക. മരപ്പട്ടിയെ കൊണ്ടാണല്ലോ ഇനിയും പോകേണ്ടി വരിക. അപ്പോൾ പെരിച്ചാഴികളെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ദളിതനായ രാധാകൃഷ്ണനെ എന്തിനു മാറ്റിയെന്ന് ചോദിച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ ഈ ദളിതനുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് വരുന്ന നിയമസഭയിലേക്ക് ഈ ദളിതനുണ്ടാവാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടാണ് അയാളെ ഇപ്പോൾ മാറ്റിയത്. ഇതൊക്കെ വളരെ കൃത്യമായ കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ നടത്തി പിണറായിയുടെ കുടുംബത്തിനും വേണ്ടി ഈ ഭരണം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് അഴിമതിയുടെ കാര്യത്തിൽ, സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ, സ്വന്തം കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ബാക്കി എല്ലാ അർത്ഥതലങ്ങളിലും. ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്കിത് ചെയ്യാമെങ്കിൽ എനിക്കെന്ത് കൊണ്ട് ചെയ്തുകൂടാ? പിണറായി വിജയൻ്റെ മരുമകൻ ഇത് ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാടത്തമായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കരിങ്കാലി കേരളമായി, കരിങ്കാലി ഭരണമായി ഈ പിണറായി വിജയൻ്റെ ഭരണം മാറിയത് പൊതുജനങ്ങൾക്കൊരു ശല്യമായി, പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു പിണറായി വിജയൻ്റെ വർത്തമാനം എന്തായിരുന്നു? എനിക്ക് വളരെ രസകരമായി തോന്നുന്ന 2-3-4 ബെസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കേരള വിരുദ്ധരായവർക്കെതിരെയുള്ള പ്രതികരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞതാരാ? പിണറായി. അത് ശരിയായില്ലേ? വാസ്തവത്തിൽ കേരളത്തിലെ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പിലെ അത് ശരിയായി. അത് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ ഞാൻ എഴുതി വച്ചിരുന്നു. അപ്പോൾ കേരള വിരുദ്ധ ശക്തിക്കെതിരായ ഒരു പടയണിയാണ്, ഒരു ശബ്ദമാണ്, ഒരു വിധിയാണ് ഉണ്ടാവുക. അപ്പോൾ വാസ്തവത്തിൽ കേരളത്തിനെതിരായ കേരള വിരുദ്ധ ശക്തിയാണ് CPM എന്ന് നമുക്ക് അനിഷേധ്യമായി, അസന്നിഗ്ധമായി നമുക്ക് പറയാം. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ രസകരമായ കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അന്ന്. ഇപ്പോൾ പറയുന്നത് അത് പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വിലയിരുത്തലിൽ രസകരമാണ് കാര്യവും. പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വിലയിരുത്തലിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു നാട്ടുകാർ. അല്ല, എന്തൊരു ഔചിത്യമില്ലായ്മയാണ് ജയരാജൻ്റെ ഒക്കെ വാക്കുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തൃശ്ശൂർ എന്ന് പറയുന്ന നമുക്ക് ഈ കേരളത്തിന് അഭിമാനമായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിക്കുന്ന സുരേഷ് ഗോപിയുടെ മിന്നുന്നമായ വിജയം, ആ വിജയം നേടുമ്പോൾ ഞാൻ 2-3 കാര്യം അനിൽ നമ്പ്യാരെ സൂചിപ്പിക്കാം. ഈ മന്ത്രി ബിന്ദു ഉണ്ടല്ലോ, മന്ത്രി ബിന്ദു, ആ മന്ത്രി ബിന്ദുവിൻ്റെ ഇരിഞ്ഞാലക്കുടയിൽ ഈ ഇടതുപക്ഷ പാർട്ടി 3-ാം സ്ഥാനത്താണ്.
കരുവന്നൂരിൽ ഇവർ 3-ാം സ്ഥാനത്തെന്ന് മാത്രമല്ല ബഹുദൂരം പിന്നിലാണ്. പിന്നെ തൃശ്ശൂർ പട്ടണം, ഇതേ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ബാലേന്ദ്രനെ ജയിപ്പിച്ച മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. എൻ്റെ മണ്ഡലമാണ്, ഞാൻ മത്സരിച്ചിരുന്നതാണ് ആദ്യം. അപ്പോൾ ഈ മണ്ഡലം ജയിച്ചു വന്ന ഉടനെ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? ശ്രീരാമനും സീതയും കൂടി കള്ളു കുടിക്കാൻ പോയി, എന്നിട്ട് ബീഫ് കഴിക്കാൻ കാട്ടിൽ പോയിരുന്നു എന്നാണ് എഴുതിയത്. അപ്പം ജനങ്ങൾ ഇവന്മാരെ നേരെ കാട്ടിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുക. ബാലേന്ദ്രനായതുകൊണ്ട് പിന്നെ അദ്ദേഹം എഴുതിയതുപോലെ തന്നെ ആവാനാണ് സാധ്യത. എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ബാലേന്ദ്ര ശ്രീരാമൻ കള്ളു കുടിക്കണ്ട, താൻ തന്നെ കള്ളു കുടിച്ചോ ബീഫ് അടിച്ചോ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലവും കഴിഞ്ഞ പ്രാവശ്യം 1,30,000 വോട്ട് സ്കോർ ചെയ്ത സ്ഥലത്ത് 75,000 വോട്ട് സ്കോർ ചെയ്ത സ്ഥലമാണ് മന്ത്രി രാജൻ്റെ ഒല്ലൂർ നിയോജക മണ്ഡലം. അവിടെ ഞാൻ മത്സരിച്ചിരുന്നു. ഞാൻ മത്സരിച്ചിരുന്ന അന്ന് 24,000 വോട്ടാണ് BJP കിട്ടിയത്. അന്ന് 75,000 വോട്ടാണ് ഒല്ലൂരിലെ ഇന്നത്തെ റവന്യൂ മന്ത്രി രാജന് കിട്ടിയത്. പക്ഷേ ഇന്ന് രാജന് 40,000-ന് താഴെ 3-ാം സ്ഥാനമാണ്. അതേസമയത്ത് BJP 60,000-ന് മുകളിൽ വോട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഈ പാർട്ടിയെ ബഹിഷ്കരിച്ചു. ഈ പാർട്ടിയെ ജനങ്ങൾക്കിനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ടല്ലോ, പണ്ട് കട്ടമീശ വെച്ചിരുന്ന ലെനിനും മറ്റേ സ്റ്റാലിനും അതുപോലെ കാറൽ മാർക്സും ഒക്കെ ഇപ്പോഴും അവിടെ ഇവിടെ ചില വീടുകളിലൊക്കെ കാണാം. എന്താണോ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നമുക്കറിയാലോ. വിപ്ലവകുമാർ അതെ ചെഗുവര കഞ്ചാവടിച്ചിരിക്കുന്ന ചെഗുവര. അപ്പോൾ വിപ്ലവകുമാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ സ്തൂപങ്ങൾ വലിച്ചെറിഞ്ഞു. അന്ന് സ്തൂപങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ന് അത് ത്രിപുരയിലാണെങ്കിൽ നാളെ ബംഗാളിലും കേരളത്തിലുമാണെന്ന് പറഞ്ഞു. ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ട് അനിൽ നമ്പ്യാരെ ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ട് കിട്ടിയത് ഒന്നാ. നിങ്ങൾ മനസ്സിലാക്കണം, 35 കൊല്ലം ഭരിച്ചതാ. കോൺഗ്രസ്സായിട്ട് കൂട്ടുകൂടിയിട്ട് ഒന്നാ കിട്ടിയത്. അതെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അധിക കാലം താമസമില്ല ഈ കേരളത്തിലും ഇവന്മാരുടെ സ്തൂപങ്ങളും ഈ സ്റ്റാലിനെയും ലെനിനെയും മാർക്സിനെയും ചെഗുവരെയും ഒക്കെ തൂക്കി വലിച്ചെറിയുന്ന ഒരു യുവതലമുറ, തൂക്കി വലിച്ചെറിയുന്ന ഒരു ജനസമൂഹം ദേശീയധാരയിലേക്ക്, ഈ ഭാരതത്തിൻ്റെ ദേശീയധാരയിലേക്ക്, ഹിമാലയത്തിൽ നിന്ന് അനർഗളമായി പ്രവഹിക്കുന്ന ഗംഗാ ധാരയിലേക്ക് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നതിൻ്റെ തെളിവാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടിയ അംഗീകാരവും ഈ വൈദേശിക പ്രത്യയശാസ്ത്രത്തെ ചെരുപ്പ് കൊണ്ട് അടിച്ച് പുറത്തിട്ടതും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.